ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മാംഗോൻ്റെ പുഡിങ്ങായിട്ട് വന്നിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അധികം തണുപ്പൊന്നുമില്ലാതെ എടുത്താൽ നല്ലതാട്ടോ. മക്കൾക്ക് മഴക്കാലമല്ലേ, എന്നാലും കുഴപ്പമില്ല. ഇതധികം തണുപ്പൊന്നുമില്ല കേട്ടോ. അധികം ഫ്രിഡ്ജിൽ വെക്കാതെ സമയം വെച്ച് പെട്ടെന്ന് അത് ഒരുപാട് ഉറച്ച് പോകാതെ എടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. എന്നിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തേട്ടോ. ലിറ്റർ പാൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ 3 സ്പൂൺ കോൺഫ്ലവർ ഇതെന്താ കസ്റ്റാർഡ് പൗഡർ ആട്ടോ ഞാൻ എടുത്തത്. കസ്റ്റാർഡ് പൗഡർ 3 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് പാലും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ തന്നെ ഇട്ടാൽ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേറെ കലക്കിയിട്ട് ഒഴിക്കുന്നത് അങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ അത് അവിടെ ഇവിടെയും കട്ടായി കിടക്കും. അപ്പോൾ ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് പാലും കൂടെ മിക്സ് ആക്കിയിട്ട് പിന്നെ മാംഗോൻ്റെ മിക്സ് ഉണ്ട് ചെറിയ കുപ്പിയിൽ. അതില്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങ പ്യൂരി ആക്കിയിട്ട് ജ്യൂസ് ആക്കിയിട്ട് ഒഴിച്ചിട്ട് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉള്ളതുകൊണ്ട് മാംഗോൻ്റെ മിക്സ് ഉള്ളതുകൊണ്ട് പിന്നെ അത് ഞാനൊരു 3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറുകി വരട്ടെ. കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു കേട്ടോ. ഗ്യാസിൻ്റെ തീ കൂട്ടി കുറച്ചും കൂടെ കൊടുക്കണം. അതിനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 8 സ്ലൈസ് ബ്രെഡ് വേണം കേട്ടോ. അങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. മാംഗോ അത് അരിഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ച് കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് ആ മിക്സിലേക്ക് ഞാൻ കുറച്ച് തണുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2-3 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് കഷ്ണമാക്കണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ ഇതായിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് 2-3 സ്പൂൺ മിൽക്ക് മെയ്ഡ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതൊക്കെ ഇതേപോലെ ഒരു പാത്രം നിങ്ങളെ കയ്യിൽ വെച്ചാൽ പാത്രം എടുക്കുക കേട്ടോ. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അടിയിൽ ഒരു ലെയർ വെച്ച് കൊടുത്ത് അതിൻ്റെ പോലെ ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരുപാട് പുഡിങ് ഉണ്ട് കേട്ടോ. കുറേ മുന്നേ ചെയ്ത വീഡിയോ ആണ്. ആപ്പിൾ പുഡിങ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കേട്ടോ. പഴയ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഇട്ട് നോക്കി നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മാങ്ങേൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം, മാങ്ങ ചെറുതാക്കി അരിയണം കേട്ടോ. അത് അരിഞ്ഞ് വെച്ചുകൊണ്ട് വലുതായിപ്പോയി അരിഞ്ഞ് വെച്ചത്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ചെയ്യുക. എല്ലാം അങ്ങനെ ചെന്ന് സെറ്റാക്കിയിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. കൈ വെച്ചോ എന്തെങ്കിലും വെച്ച് അമർത്തി കൊടുക്കാം. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഇങ്ങനെ അതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി സെറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ക്രീമോ, ഞാനിപ്പോൾ ഐസ്ക്രീമാണ് ഒഴിച്ചത്. ക്രീം പിന്നെ നമ്മളെ വിപ്പിംഗ് ക്രീമില്ലേ, അത് ബീറ്റ് ചെയ്തിട്ട് അത് ഒഴിച്ചാലും മതി കേട്ടോ. അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് അത് എടുത്ത് വെച്ചൊരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പാത്രം കാലിയായി. കുറേ ആയിട്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് കുറേ ആയിട്ട് പുഡിങ്ങൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഒരു മാങ്ങൻ്റെ കഷ്ണം ഇങ്ങനെ പീസാക്കി വെച്ചത്. അത് ഇങ്ങനെ വേണമെന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ മാങ്ങ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് കൊഴുപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കാം, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 3-4 മണിക്കൂർ വെക്കണം. അപ്പോൾ ഞാൻ അധികം നേരം വെക്കാത്തതുകൊണ്ട് ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ അതായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഐസായി പോയിട്ടോ. തണുപ്പല്ലേ, മക്കൾക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ പുഡിങ് എന്ന് വെച്ചാൽ അധികം സെറ്റാകേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ അങ്ങനെ ഒന്ന് സെറ്റായി വന്നാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. അധികം സാധനങ്ങളൊന്നും വേണ്ട, മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ അധികം വേണ്ടവർക്ക് ഞാൻ 1 ലിറ്റർ പാൽ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അപ്പോൾ അധികം വേണ്ടവർക്ക് 1 ലിറ്റർ പാലൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുണ്ട്. ആ ബ്രെഡൊക്കെ ഇങ്ങനെ അലിഞ്ഞിട്ട് നല്ല ക്രീമി ആയിട്ടുണ്ട്.
ഈ മാങ്ങൻ്റെ ആ ഒരു എന്താ പറയുക ക്രീമും ബ്രെഡും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക കേട്ടോ. ശിവന് കൊടുക്കുകയാണ്, മക്കൾക്കൊക്കെ കൊടുത്തു നോക്കി, മക്കൾക്കൊക്കെ ഇഷ്ടമായി. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.